സുഗമോദൻ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേരി തോമസ് വന്ന് ചന്ദ്രമതിയോട് വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ചന്ദ്രമതിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്നുള്ള വിവരമൊക്കെ തനുജ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മേരി തോമസിനെ മോശമായി തനുജ പറയുമ്പോഴൊക്കെ ചന്ദ്രമതി അതിനെ എതിർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേരി തോമസിനോടൊരു സഹതാപ രീതിയിലാണ് ചന്ദ്രമതി തനുജയോട് സംസാരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തനുജ മേരി തോമസിനെ കാണാനായിട്ട് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ വന്നതിന് ശേഷമാണ് ചന്ദ്രമതി ആൻറ്റിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ചന്ദ്രമതി ആൻറ്റിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആൻറ്റി ഇപ്പം എന്നോട് ഇങ്ങനെ പെരുമാറണേന്ന് പറയണു. ആ സമയത്ത് മേരി തോമസ് പറയുന്നുണ്ട്, ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പം തനുജ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു മിനിസ്റ്റർ അല്ലേ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്തിനാണ് നടക്കണമെന്നൊക്കെ ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയും പ്രഭാവതിനെയൊക്കെയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, വക്കീലിനെ അമ്മയ്ക്ക് പരിചയപ്പെടണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളെന്തായാലും വക്കീലിനെ കണ്ടതല്ലേ, അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതിക്ക് വക്കീൽ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രോത്തുകാർക്ക് എതിരായിട്ടുള്ള ചോദ്യങ്ങളാണ് വക്കീൽ ചോദിക്കുന്നത്. അപ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാണോ അതോ ചന്ദ്രമതിക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലാണോ എന്ന് ചോദിക്കുമ്പം എതിർഭാഗം വക്കീൽ നിങ്ങളോട് ഈ മാതിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതെന്ന് പറയണു. അപ്പം പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇയാൾ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം നല്ല വക്കീലാന്ന് തോന്നണു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ശശാങ്കം വക്കീൽ ചന്ദ്രമതിയെ കാണാൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയും, ഞാൻ കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ, ബലരാമൻ സാറ് മരിച്ചതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പം ചന്ദ്രമതി അതിന് മറുപടികളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ത്യാഗരാജനെയും തനുജനെയാണ് കാണിക്കുന്നത്. അപ്പോൾ തനുജയ്ക്കും ത്യാഗരാജനും ആകെ സംശയമാണ്, ഈ മേരി തോമസ് വന്നു പോയതിന് ശേഷം ചന്ദ്രമതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള അത്ഭുതമാണ് അവർക്കുള്ളത്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചന്ദ്രമതിക്ക്. പിന്നീട് ശശാങ്കം വക്കീൽ വന്ന് ചോദ്യം ചോദിച്ചിട്ട് പോകുമ്പോഴും ചന്ദ്രമതി സിദ്ധാർത്ഥനെതിരായിട്ട് ഒരുപാടൊന്നും അങ്ങനെ പറയണമില്ല. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പിന്നീട് മേരി തോമസ് ജയിലിൽ പോയി സിദ്ധാർത്ഥനെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ തനുജ എൻ്റെ മകളാണെന്നുള്ള സത്യം ചന്ദ്രമതിയോട് പോയി പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ചന്ദ്രമതി തനുജയെ അറിയിച്ചോളും. അതുകൊണ്ട് തന്നെ ഇനി തനുജയും കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും സാറിന് ഉണ്ടാവില്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ മകൾ ജീവിച്ചിരുന്ന കാര്യമൊന്നും, അതുകൊണ്ട് പറ്റിയ പ്രശ്നങ്ങളാണ്. ഇനിയിപ്പോൾ എന്തായാലും ചന്ദ്രമതി അറിഞ്ഞ സ്ഥിതിക്ക് സാറിനെതിരെ തനുജയെ വിടില്ല. ബലരാമൻ സാറിൻ്റെ മകളാണ് തനുജ എന്നുള്ള സത്യം ചന്ദ്രമതി മനസ്സിലാക്കിയിട്ടുണ്ട്. അതവൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ബലരാമൻ സാറ് ഒരു കുറിപ്പെഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വായിച്ചെങ്കിലും ഇത് സത്യമല്ല, കള്ളമാണെന്ന് വിശ്വസിക്കാനായിരുന്നു ചന്ദ്രമതിക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുക്കെ ഉണ്ടായത്. ഇനി സാറ് ധൈര്യമായിട്ടിരുന്നോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, സാറിന് കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ബലരാമൻ സാറിനെ കൊന്നത് ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മേരി തോമസ് പോണു. അതിനുശേഷം തനൂജ പ്രഭാവതിയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളും മേരി തോമസും കൂടി നടത്തുന്ന നാടകത്തിൽ ചന്ദ്രമതി ആൻറ്റീനെ നിങ്ങൾ പെടുത്തിയേക്കുവാണ്. മേരി തോമസ് ചന്ദ്രമതി ആൻറ്റീനെ കാണാൻ വന്നതിന് ശേഷം ചന്ദ്രമതി ആൻറ്റിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അതിന് മേരി തോമസ് ചന്ദ്രമതിനെ കാണാൻ വന്നതിന് നീ എന്നെ കാണാൻ വന്ന എന്തിനാ? എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് നീ ചന്ദ്രമതിയോട് തന്നെ ചോദിക്കുക, എൻ്റെ അടുത്തല്ല ചോദിക്കണ്ടേന്നൊക്കെ പറഞ്ഞ് തനുജയോട് നല്ലോണം ചീത്ത പറയുന്നുണ്ട്. പിന്നീട് തനുജ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എനിക്കതൊന്നും വിഷയമല്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.